ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടിലേക്ക് പണം വരുന്നുണ്ട് അല്ലേ? പക്ഷെ വന്ന വഴിക്ക് തന്നെ അത് തിരികെ പോവുകയാണോ? ആക്ച്വലി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റവും ഇല്ല അല്ലേ? എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ വീട്ടിൽ ചില ചെറിയ പോരായ്മകളുണ്ട്. ആ പോരായ്മകളാകാം നിങ്ങളറിയാതെ ഈ ധനനഷ്ടം വരുത്തുന്നത്. വാസ്തുശാസ്ത്രം അനുസരിച്ച് അല്ലെങ്കിൽ ഫെൻഷുയി അനുസരിച്ച് അത് പറയുന്നത്, പണത്തിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിൽ ഉറപ്പാക്കണം. ഓക്കെ, ആ പോസിറ്റീവ് എനർജി ഉറപ്പാക്കിയാൽ മാത്രമേ ധനം നമ്മളെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ അത് നമുക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 5 അത്ഭുത രഹസ്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാം. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടാൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ 1 മാസം കൊണ്ട് മാറ്റം വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും. 100% ഉറപ്പാണ്. അപ്പോൾ ആ രഹസ്യം അറിയാനായിട്ട് നിങ്ങൾ തയ്യാറല്ലേ? വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വളരെ മനോഹരമായിട്ട് പോസിറ്റീവായി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് നമ്മളെ ഫാമിലിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് ഫ്രീ ക്ലാസ് നൽകുന്നത് വാട്ടർ ടെക്നിക്, വിഷ്വലൈസേഷൻ, മണി അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലാതെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ നൽകുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ മോട്ടിവേഷൻ മെസ്സേജസ് നൽകുന്നുണ്ട്. നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് വളരെ പോസിറ്റീവായിട്ട് ഉന്മേഷത്തോടെ തുടങ്ങാനായിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ 250 ദിവസത്തിലധികമായിട്ട് നമ്മൾ ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുടെ ലൈഫിൽ മാറ്റങ്ങൾ ഒരുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ, പ്രപഞ്ചത്തിൻ്റെ ബ്ലെസ്സിങ്സിലാണ്. സോ നിങ്ങൾക്കും അവസരമുണ്ട്, ജോയിൻ ചെയ്തോളൂ. ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, ജോയിൻ ചെയ്തോളൂ. അതുപോലെ നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. റിയലി എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും, ലൈക്ക് ആയിക്കോട്ടെ, കമൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിക്കോട്ടെ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അതുകൊണ്ടാണ് ഞാൻ നല്ല നല്ല കണ്ടൻറ്റ്, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് തരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ആദ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ട 3 രഹസ്യങ്ങൾ നോക്കാം. ഫസ്റ്റ് രഹസ്യം പറയുന്നത് അടുക്കളയിലെ ശുദ്ധിയാണ്. നിങ്ങളുടെ അടുക്കളയിൽ രാത്രിയിൽ കഴുകാത്ത പാത്രങ്ങളുണ്ടല്ലോ, അതൊരിക്കലും കൂട്ടിയിടുന്നുണ്ടെങ്കിൽ ഇനി മുതൽ, ഈ നിമിഷം മുതൽ അങ്ങനെ ചെയ്യരുത്. നിങ്ങളുടെ സമ്പത്തിൻ്റെ ഊർജത്തെ തടയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ അന്നന്ന് ഭക്ഷണം കഴിച്ച് അന്നന്ന് തന്നെ അടുക്കള അല്ലെങ്കിൽ കിച്ചൺ ക്ലീൻ ചെയ്യണം. ഒരിക്കലും രാത്രി അടുക്കള വൃത്തിയാക്കാതെ ഇടരുത്. ഇത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യുന്നില്ല. ബട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, സമ്പത്തിൻ്റെ ഒഴുക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരണം, നിങ്ങളുടെ വീട്ടിലേക്ക് വരണമെങ്കിൽ ആദ്യം നമ്മുടെ കിച്ചൺ, അടുക്കള നന്നായിട്ട് ക്ലീൻ ആയിരിക്കണം. ശ്രദ്ധിച്ചേക്കുക, വീട് തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ 1 നുള്ള് കല്ലുപ്പോ മഞ്ഞൾപ്പൊടിയോ ചേർക്കുക. ഇത് വീടിനുള്ളിലെ നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാനായിട്ട് സഹായിക്കും. എല്ലാ ദിവസവും ഇത് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരും. കല്ലുപ്പ് ഒരു പാത്രത്തിൽ ബാത്റൂമിൻ്റെ ആ ഒരു മൂലയിൽ കോണിൽ വെക്കുന്നത് അവിടെയുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. സോ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, വീട് തുടയ്ക്കുമ്പോൾ വെള്ളത്തിൽ 1 നുള്ളു കല്ലുപ്പോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടുക. അത് നെഗറ്റീവ് എനർജി വലിച്ചെടുക്കും. ഒപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ആ ടോയ്ലറ്റ് ഉണ്ടല്ലോ, ആ ടോയ്ലറ്റിൻ്റെ സൈഡിൽ ഏതെങ്കിലും മൂലയിൽ കുറച്ച് കല്ലുപ്പ് ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള നെഗറ്റീവ് എനർജീസിനെ ഈ കല്ലുപ്പ് വലിച്ചെടുത്തോളും. 3ാമത്തെ പ്രധാനപ്പെട്ട രഹസ്യം പറയുന്നത് വാതിലുകൾ അടച്ചിടണം. നിങ്ങളുടെ ബാത്റൂമിൻ്റെ അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ വാതിൽ എപ്പോഴും അടച്ചിടണം. തുറന്നിടുന്ന വാതിൽ ആ പണത്തെ ചോർത്തിക്കളയുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടച്ചിടുക, യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാലും എപ്പോഴും അടച്ചിടുക. ഇത് ചെറിയ കാര്യമാണെങ്കിലും വലിയ ഫലം ഉണ്ടാക്കും. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ചെറിയ കാര്യമാണെങ്കിലും വലിയ ഫലം ഉണ്ടാക്കും. നിങ്ങൾ ഇന്നു മുതൽ കോൺഷ്യസ്ലി അവെയറായി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കണം. മനസ്സിലാവുണ്ടോ? ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ ഫെൻഷുയി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എന്ത് പറയാനാ വസ്തുക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങുക കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. അതിൽ പ്രധാനമായിട്ടും പറയുന്നത് ഫസ്റ്റ് പറയുന്നത് ലക്കി ബാമ്പു ആണ്. ഈ ഫെൻഷുയിൽ പണം ആകർഷിക്കാനായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വസ്തുവാണ് ലക്കി ബാമ്പു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത് വീട്ടിൽ സൂക്ഷിക്കുന്നത്
പോസിറ്റീവായിട്ടുള്ള ഊർജ്ജത്തെയും ഭാഗ്യത്തെയും ക്ഷണിക്കുന്നുവെന്ന് ഒരുപാട് പേരുടെ ലൈഫിൽ ഇങ്ങനെ മാറ്റം ഉണ്ടെന്ന് പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സോ ഞാനും പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്കും യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇത് എവിടെയാണ് വെക്കേണ്ടതെന്ന് അത് നമ്മൾ മനസ്സിലാക്കണം. കിഴക്ക് ദിശയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ലക്കി ബാമ്പു വെക്കേണ്ടത്. അവിടെ വെച്ചു കഴിഞ്ഞാൽ ഐശ്വര്യവർദ്ധനത്തിന് ഉത്തമമാണെന്ന്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ചിരിക്കുന്ന ബുദ്ധൻ അല്ലെങ്കിൽ ലാഫിംഗ് ബുദ്ധ എന്ന് പറയും. സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ ചിരിക്കുന്ന ബുദ്ധൻ എന്ന് പറയുന്നത്. ഈ ബുദ്ധപ്രതിമ വീട്ടിലെ ആ പ്രധാന വാതിലിന് ഒപ്പം ശ്രദ്ധിക്കേണ്ടത് ആ പ്രധാന വാതിലിൽ നിന്നും ഒരല്പം അകലെയായിട്ടായിരിക്കും വെക്കേണ്ടത്. ഇത് വീട്ടിലേക്ക് കടന്നു വരുന്ന ആ നെഗറ്റീവ് എനർജിയെ, നെഗറ്റീവ് ഊർജ്ജത്തെ തടഞ്ഞു നിർത്താനും ഐശ്വര്യം കൂടുതൽ കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഫെൻഷുവായിട്ട് ബന്ധമുണ്ടെന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്, ബട്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ലെന്നും പറയാം. അത് പ്രധാനമായിട്ടും നമ്മുടെ ക്രിസ്റ്റൽസ് ആണ്. ഓക്കെ, ധന ആകർഷണ കല്ലുകൾ എന്ന് പറയും, അല്ലെങ്കിൽ സിട്രീൻ ക്രിസ്റ്റൽ എന്ന് നമുക്ക് പറയാം. റീസെൻ്റ്ലി ഞാൻ നിങ്ങളുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്രിസ്റ്റലിനെ പറ്റി പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ റിയലി നിങ്ങൾക്ക് ക്രിസ്റ്റലുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബ്രേസ്ലെറ്റ്സ്, സ്റ്റോൺസുമായിട്ടുള്ള ആ ഒരു വീഡിയോ ഇടാൻ ആഗ്രഹിക്കുന്നില്ല, വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റ് ചെയ്യും കേട്ടോ. ഞാൻ എന്ത് ചെയ്യാം, ക്രിസ്റ്റലിനെ കുറിച്ച് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാം. സോ ഇവിടെ പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ധനം ആകർഷിക്കാനായിട്ടുള്ള കല്ല് എന്ന് ചോദിച്ചാൽ സിട്രിൻ സ്റ്റോൺ അല്ലെങ്കിൽ സിട്രിൻ ആയിട്ടുള്ള ആ ഒരു ക്രിസ്റ്റൽ ആ നിങ്ങളുടെ പണപ്പെട്ടിയിലുണ്ടല്ലോ, അല്ലെങ്കിൽ പണം നിങ്ങൾ വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, പണം സൂക്ഷിക്കുന്ന സ്ഥലം, ആ സ്ഥലത്ത് ഈ സിട്രിൻ സ്റ്റോൺ, സിട്രിൻ ആയിട്ടുള്ള ക്രിസ്റ്റൽ വെക്കുന്നത് ധനം ആകർഷിക്കാനായിട്ട് നല്ലതുപോലെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അപ്പം ഇത് മണി സ്റ്റോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും ആ സാമ്പത്തിക സ്ഥിരത നൽകാനും ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞത് ഫെൻഷുമായിട്ട് ബന്ധപ്പെട്ട് 2-3 വസ്തുക്കൾ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതിയോ. മേടിക്കാനുണ്ടെന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ടിൽ കിട്ടും, അല്ലെങ്കിൽ ആമസോണിൽ കിട്ടും, മറ്റു പല ഓൺലൈൻ സൈറ്റുകൾ കിട്ടും, അതുപോലെ തന്നെ നമുക്ക് പുറത്തുള്ള കടകളിൽ നിന്ന് കിട്ടും. പക്ഷെ ഇവിടെ ധന ആകർഷണ സ്റ്റോൺസ് അല്ലെങ്കിൽ ക്രിസ്റ്റൽസ്, ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവില്ല. അതിന് ഹീൽ ചെയ്യണം. ഹീലിങ്ങിന് നല്ലൊരു ഹീലറിനെ കണ്ടെത്തുക, അവരൊന്ന് ഹീൽ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ആ സ്റ്റോണിന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നന്നായിട്ട് പ്രവർത്തിക്കും. മനസ്സിലാവുണ്ടോ? ഇനി മറ്റൊരു ഭാഗത്തേക്ക് പോകാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് മറ്റു പ്രധാന 2 പോയിന്റ്സ് പറയുന്നുണ്ട്, 2 രഹസ്യം അല്ലെങ്കിൽ 2 വസ്തുക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ചൈനീസ് നാണയങ്ങൾ. ഓക്കെ, ഈ ചൈനീസ് നാണയങ്ങൾ നമുക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. ഒരു ചുവന്ന റിബണിൽ കെട്ടിയ 3 ചൈനീസ് നാണയങ്ങൾ ഉണ്ടാവും. അത് നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് ഭാഗ്യവും സംരക്ഷണവും നൽകുന്നുവെന്ന് വിശ്വസിക്കുന്നുണ്ട്. പേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ ഇത് വെച്ചാൽ മതിയാവും. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ ഊർജം കൂട്ടാനായിട്ട് ഇത് ധാരാളമായി സഹായിക്കും. എന്താ പറഞ്ഞേ? ചൈനീസ് നാണയങ്ങൾ. രണ്ടാമത് പറയുന്നത് വിൻചം. ഇതിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീട്ടിൻ്റെ മുന്നിലൊക്കെ കാറ്റടിക്കുമ്പം ശബ്ദം ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു വസ്തു ഉണ്ടല്ലോ. അപ്പോൾ ഇത് എന്താ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൻ്റെ ആ ഒരു പ്രവേശന കവാടത്തിന് മുന്നിൽ ഈ സംഭവം വെക്കണം. ഇത് കാറ്റടിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ശബ്ദം പുറത്തേക്ക് വിടുമല്ലോ. അതായത് ആ വസ്തുക്കൾ തമ്മിൽ തട്ടുമ്പോൾ അതിൽ നിന്നൊരു സൗണ്ട് പുറത്തേക്ക് വരും. ആ സൗണ്ടാണ് ഇവിടെ പോസിറ്റീവ് എനർജിയുടെ ആ ഒഴുക്ക് കുറച്ചും കൂടെ സുഗമമാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ശബ്ദം നെഗറ്റീവ് എനർജിയെ അകറ്റാനും പോസിറ്റീവായിട്ടുള്ള എനർജിയെ കൂട്ടാനായിട്ട് ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാക്കുക. ഒരുപാട് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് പറഞ്ഞു. എന്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു? അതായത് പണം നിങ്ങളുടെ വീട്ടിലേക്ക് വരാനായിട്ട്, ആ പണം വീട്ടിൽ നിലനിൽക്കാനും അവിടെ നിങ്ങളുടെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് റിച്വൽസ് മറ്റു കാര്യങ്ങളാണ്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആ പണത്തിൻ്റെ ഊർജ്ജം നിങ്ങളുടെ വീട്ടിൽ നിലനിർത്താനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്, മനസ്സിലാക്കിയത്. ഇതിൽ ഏത് കാര്യമാണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നതെന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ പൂർണ്ണമായി വിശ്വസിച്ച് 1 മാസം ചെയ്തു നോക്കണം. മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും, മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് നൽകുന്ന വലിയ പ്രോത്സാഹനമാണ്. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ
നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന 5 സുഹൃത്തുക്കൾക്ക് ഉറപ്പായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാര്യം നിങ്ങൾ വളരുന്നതോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളും വളരണം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളും വളരേണ്ട വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ്, നിങ്ങളുടെ ഗ്രോത്ത് റിലേറ്റഡ് ആയിട്ട് വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അപ്പോൾ കാണാൻ പറ്റും. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സമ്പത്ത്, സമൃദ്ധി, ഐശ്വര്യം, ആരോഗ്യവും തമ്പുരാൻ നൽകട്ടെ. താങ്ക് യു സോ മച്ച്.